വെനിസ്വേലയുടെ ചുമതല വഹിക്കുന്നത് താനാണെന്നും അടുത്ത 30 ദിവസത്തേക്ക് വെനിസ്വേലയിൽ പുതിയ തിരഞ്ഞെടുപ്പ് നടക്കില്ല എന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മുമ്പ് രാജ്യം പുനർനിർമ്മിക്കണം എന്നാണ് ട്രംപിന്റെ വാദം. അമേരിക്കയുടെ സുരക്ഷയ്ക്കും ഡെൻമാർക്കിന്റെ ഉടമസ്ഥതയിലുള്ള സംവരണ പ്രദേശത്തെ ഗ്രീൻലാൻഡ് അമേരിക്ക വേണമെന്നും ട്രംപ് പറഞ്ഞു. ഓപ്പറേഷൻ ആബ്സല്യൂട്ട് റിസോൾവ് പ്രകാരം പ്രവർത്തിച്ച US സൈന്യം വെനിസ്വേലയിൽ മഡോറയെ പിടികൂടുന്നതിന് 2 ദിവസത്തിന് ശേഷമാണ് ട്രംപിന്റെ പരാമർശങ്ങൾ വന്നത്. മയക്കുമരുന്ന്, ഭീകരവാദം, ഗൂഢാലോചന, കൊക്കൈൻ ഇറക്കുമതി തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് വിമാനത്തിൽ കൊണ്ടുപോയ ന്യൂയോർക്ക് കോടതിയിൽ ഹാജരാക്കി. ആദ്യം നമ്മൾ രാജ്യം ശരിയാക്കണം. നിങ്ങൾക്കൊരു തിരഞ്ഞെടുപ്പ് നടത്താൻ കഴിയില്ല. ആളുകൾ വോട്ട് ചെയ്യാൻ പോലും ഒരു വഴിയില്ല, ട്രംപ് പറഞ്ഞു. അതിന് കുറച്ച് സമയമെടുക്കും. നമുക്ക് രാജ്യത്തെ ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. വെനിസ്വേലയുടെ തകർന്ന സമ്പദ് വ്യവസ്ഥ പുനർനിർമ്മിക്കാനുള്ള വഴികൾ വാഷിംഗ്ടൺ ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട്. എണ്ണ മേഖല പുനഃസ്ഥാപിക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ട്രംപ് പറഞ്ഞു. വെനിസ്വേലയുടെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ നന്നാക്കാനും പുനരാരംഭിക്കാനും സഹായിക്കുന്നത് US എണ്ണ കമ്പനികൾക്ക് സബ്സിഡി നൽകുന്ന പദ്ധതികൾ ഭരണകൂടം പരിഗണിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ താരതമ്യേന വേഗത്തിൽ പൂർത്തിയാക്കാനും കഴിയും. എന്നിരുന്നാലും ഇതിന് ഗണ്യ സാമ്പത്തിക നിക്ഷേപം ആവശ്യമാണ്. അതിലും കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്കത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ഇത് ധാരാളം പണം വേണ്ടിവരും. 18 മാസത്തിൽ താഴെ കണക്കാക്കി സമയപരിധി പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഒരു വലിയ തുക ചെലവഴിക്കേണ്ടി വരും. എണ്ണ കമ്പനികൾ അത് ചെലവഴിക്കും. തുടർന്ന് ഞങ്ങൾ വരുമാനം വഴിയോ അവർക്ക് പണം തിരികെ ലഭ്യമാക്കും. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണശേഖരം വെനിസ്വേലയിലാണെങ്കിലും വർഷങ്ങളായി തുടരുന്ന ദുർഭരണം, ഉപരോധങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ച എന്നിവ ഉൽപാദനം സാരമായി ബാധിച്ചു. മഡോറയെ പിടികൂടുന്നതിലേക്ക് നയിച്ച US സൈനിക നടപടി ഉണ്ടായിരുന്നിട്ടും വാഷിംഗ്ടൺ ഇപ്പോൾ വെനിസ്വേലയുമായി യുദ്ധത്തിലാണെന്ന സൂചനകൾ ട്രംപ് നിരസിച്ചു. മയക്കുമരുന്ന് വിൽക്കുന്ന ആളുകളുമായി ഞങ്ങൾ യുദ്ധത്തിലാണ്. നമ്മുടെ രാജ്യത്തേക്ക് ജയിലുകൾ, മയക്കുമരുന്നിന് അടിമകളായവരെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്ന ആളുകളുമായി ഞങ്ങൾ യുദ്ധത്തിലാണ്, ട്രംപ് പറഞ്ഞു. വെനിസ്വേലയുമായി ബന്ധപ്പെട്ട മയക്കുമരുന്ന് കടത്ത് ശൃംഖലകളെ രാജ്യാന്തര കുറ്റകൃത്യങ്ങളുമായി ലക്ഷ്യം വെച്ചിട്ടുള്ള വിശാലമായ പ്രചാരണത്തിന്റെ ഭാഗമായാണ് മഡോറയ്ക്കെതിരെ ഓപ്പറേഷൻ വൈറ്റ് ഹൌസ് രൂപം നൽകിയത്. ഏകദേശം 20 മിനിറ്റ് നീണ്ടുനിന്ന അഭിമുഖത്തിൽ സ്ഥിതിഗതികൾ പുരോഗമിക്കുന്നതനുസരിച്ച് വെനിസ്വേലയിലെ US ഇടപെടലിന് മേൽനോട്ടം വയ്ക്കാൻ ഉത്തരവാദികളായ മുതിർന്ന ഉദ്യോഗസ്ഥരെയും ട്രംപ് പേരെടുത്തു പറഞ്ഞു. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത്, വൈറ്റ് ഹൌസ് ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് സ്റ്റീഫൻ മില്ലർ, വൈസ് പ്രസിഡന്റ് JD വാൻസ് എന്നിവരാണ് ഈ ഉദ്യോഗസ്ഥരിൽ ഉൾപ്പെട്ടത്. അതേസമയം വെനിസ്വേലയുടെ US താൽക്കാലിക ഭരണം നടത്തുമെന്ന് ട്രംപിന്റെ പ്രസ്താവന തിരുത്തി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. കഴിഞ്ഞ ദിവസം വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡോറയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ വിവാദ പ്രസ്താവന. ട്രംപിന്റെ വിവാദ പ്രസ്താവന ഒറ്റ ദിവസത്തിനുള്ളിൽ തന്നെ തിരുത്തിക്കൊണ്ട് മാർക്കോ റൂബിയോ രംഗത്തെത്തി. വിശ്വാസ്യതയുള്ള ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുന്നതുവരെ വെനിസ്വേലയുടെ ഭരണം അമേരിക്ക നടത്തുമെന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. എന്നാൽ ഈ പ്രഖ്യാപനത്തിന് ലോകരാജ്യങ്ങളിൽ നിന്ന് വ്യാപക പ്രതിഷേധമുയർന്നു. മയക്കുമരുന്ന് കടത്ത് സംഘടനകൾക്കെതിരായ യുദ്ധത്തിലാണ് US എന്നും അത് വെനിസ്വേലയ്ക്കെതിരായ യുദ്ധമല്ല എന്നും റൂബിയോ പറഞ്ഞു. അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കൊണ്ടുവരുന്ന ബോട്ടുകൾ പിടിച്ചെടുക്കുന്നതും തുടരുമെന്നും റൂബിയോ പറഞ്ഞു. വെനിസ്വേലയിൽ മാറ്റങ്ങൾ കാണാൻ US ആഗ്രഹിക്കുന്നതായും US സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞു. എന്നാൽ അമേരിക്കയുമായി സഹകരിച്ചില്ലെങ്കിൽ മഡോറയേക്കാൾ വലിയ വില വെനിസ്വേലയ്ക്ക് നൽകേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ ആക്രമണത്തിൽ മഡോറയുടെ സുരക്ഷാ സംഘത്തിലെ ഭൂരിഭാഗം പേരും നിരപരാധികളായ സാധാരണക്കാരും കൊല്ലപ്പെട്ടെന്ന് വെനിസ്വേലൻ പ്രതിരോധ മന്ത്രി വ്ളാഡിമിർ പാട്രീനോ പറഞ്ഞു. ഇതിനിടെ വെനിസ്വേലയുടെ വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസിനെ രാജ്യത്തിന്റെ ഇടക്കാല പ്രസിഡന്റായി നിയമിച്ചു. വെനിസ്വേലയിൽ അന്താരാഷ്ട്ര നിയമത്തിന്റെ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്നും രാജ്യത്തെ ജനങ്ങളുടെ ഇഷ്ടം മാനിക്കുമെന്നും യൂറോപ്യൻ യൂണിയൻ ആഹ്വാനം ചെയ്തു. സംഘർഷങ്ങൾ നിലനിൽക്കുമ്പോൾ മഡോറയെ വളരെ കാലമായി എതിർത്തിരുന്ന US അനുകൂല നടപടികൾ സ്വീകരിക്കാൻ ട്രംപ് ഭരണകൂടം വെനിസ്വേലയുടെ ഇടക്കാല നേതൃത്വത്തിന്മേൽ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പോളിറ്റെക്കോയുടെ റിപ്പോർട്ടിൽ പറയുന്നു. നിക്കോളാസ് മഡോറയെ കോടതിയിൽ ഹാജരാക്കി. താൻ നിരപരാധിയാണെന്നും ലഹരിക്കടത്തുമായി യാതൊരു ബന്ധവുമില്ലെന്നും നിക്കോളാസ് മഡോറ വ്യക്തമാക്കി. കേസ് മാർച്ച് 17 വീണ്ടും പരിഗണിക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.